നമസ്കാരം. നമുക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ, വൈരാഗ്യമുണ്ടെങ്കിൽ അവരെ തകർക്കാൻ ഏറ്റവും എളുപ്പമാണ്. ഒരു പീഡന കേസോ അല്ലെങ്കിൽ ഒരു പോക്സോ കേസോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു കേസ് തലയിലെടുത്ത് വെച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പ്രതി ചേർക്കപ്പെടും എന്ന് കരുതിയാൽ ഉടനെ ചാനലുകൾ മയക്കും നോക്കി എവിടെയായാലും വരും. വരുമ്പോൾ അവരുടെ മുന്നിൽ താൻ പീഡിപ്പിക്കപ്പെട്ടെ എന്ന് പറഞ്ഞാൽ മതി. അതാണ് നിലവിലുള്ള അവസ്ഥ. ഞാൻ ഈ പറയുന്നത് ഇത് അങ്ങനെ സംഭവിച്ചു എന്നല്ല. പക്ഷെ ചില വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ അതിനൊരു മറുവശം കൂടി ഉണ്ട് എന്ന് നമ്മൾ മീഡിയകൾ, മാധ്യമങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മൾ തുടക്കത്തിൽ ചില അസത്യങ്ങൾ പ്രചരിപ്പിച്ചാൽ ആ അസത്യങ്ങളാണ് വളരെ പെട്ടെന്ന് പ്രചരിക്കുന്നത്. അത് ഒരുപാട് കുടുംബങ്ങളെ ബുദ്ധിമുട്ടിക്കും, ഒരുപാട് കുടുംബങ്ങളെ തകർക്കും, ചിലർക്ക് മാനസിക പ്രയാസം ഉണ്ടാക്കും. പല ജീവിതങ്ങളും തകർന്ന് പോയ ചരിത്രമുണ്ട്. കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ വേർപെട്ട് കുട്ടികൾ അനാഥരായ ചരിത്രം പോലും ഉണ്ട് ഈ മീഡിയകൾ വാർത്ത ചെയ്തതുകൊണ്ട്. അതുകൊണ്ട് ചില വാർത്തകൾ ചെയ്യുമ്പോൾ, പീഡന വിവരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരല്പം സൂക്ഷ്മത പാലിക്കണം എന്നതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അത് സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനത് ഒരല്പം ലെങ്തി വീഡിയോ ആയി മാറാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതിൽ ഞാനത് പറയുന്നില്ല, മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. കഴിഞ്ഞ ദിവസം കൊല്ലം സിവിൽ സ്റ്റേഷനിൽ നടന്നിട്ടുള്ള ഒരു സംഭവം മീഡിയകൾ റിപ്പോർട്ട് ചെയ്തതും ഏകദേശം ഇതുപോലെയാണ്. അവിടെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ഒരു ലേഡിയും അവരുടെ ഡ്രൈവറും, അവിടെ സിവിൽ സ്റ്റേഷന്റെ പാർക്കിങ്ങും കോടതിയുടെ പാർക്കിങ്ങും ഒക്കെ ഏകദേശം സെയിം സ്ഥലത്ത് തന്നെയാണ്. കോടതിയുടെ പാർക്കിംഗ് ഒരല്പം മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പലരും അങ്ങോട്ട് കയറി പാർക്ക് ചെയ്യാറുണ്ട്. ഇവിടെ ആ പാർക്കിംഗ് സ്പേസിൽ കൊണ്ടുവന്ന് ഒരു വനിത അവരുടെ വാഹനം പാർക്ക് ചെയ്യുന്നു. അവരുടെ ഡ്രൈവറുമായി അങ്ങോട്ട് പോകുന്നു. തിരികെ അവർ എത്തുന്നതിന് തൊട്ടു മുമ്പ് അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് IK കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ അവിടെ വന്ന് ഇവരുടെ വാഹനത്തിന് മുന്നിൽ വാഹനം നിർത്തി വളരെ വേഗം ഇറങ്ങിപ്പോയി. അപ്പോൾ ഇവര് നടന്നു വരുന്നത് കൊണ്ട് അവർക്ക് പോകാൻ പെട്ടെന്ന് വാഹനം എടുക്കേണ്ടതുണ്ട്, ഒന്ന് മാറ്റിത്തരാൻ പറഞ്ഞിട്ട് ഇയാള് മൈൻഡ് ചെയ്തില്ല എന്നായിരുന്നു പരാതി പറഞ്ഞിരുന്നത്. മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല, പിന്നാലെ പോയി കാല് പിടിച്ചിട്ടും ഒന്നും ചെയ്തില്ല. പിന്നീട് ഇവർ കോടതിയിലേക്ക് അദ്ദേഹം കടന്നുപോയി. കോടതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവരവിടെ കാത്തു നിന്നു. കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം ഇറങ്ങി വന്ന് ഈ പിന്നാലെ പോയതിനും വാഹനം പാർക്ക് ചെയ്ത് മാറ്റിത്തരാൻ പറഞ്ഞതിനുമൊക്കെ വളരെ രൂക്ഷമായി ചൂടായെന്നും തെറി വിളിച്ചുവെന്നും അവരുടെ ഡ്രൈവറെ മർദ്ദിച്ചുവെന്നും ഒക്കെ പറഞ്ഞു. മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ മറ്റ് അഡ്വക്കേറ്റ്സ് അവരെല്ലാവരും കൂടെ ചേർന്ന് വളരെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും ഇതിനിടയിൽ തന്നെ വക്കീലന്മാർ ആരൊക്കെയാണ് തനിക്കറിയാം, CCTV നോക്കിയാൽ അറിയാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സത്യമായിരിക്കാം, അല്ലായിരിക്കാം, പോലീസ് കണ്ടെത്തട്ടെ. ഏതായാലും ശാരീരികമായ ഒരു മുതലെടുപ്പ് നടത്തി എന്നും ചാനലുകളോട് പറയുന്നത് കേട്ടു. ഇതാണ് പ്രാഥമികമായി കഴിഞ്ഞ ദിവസം കേട്ട ഒരു വാർത്ത. പെട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ അതിലൊരു ശാരീരിക പീഡനം ഉള്ളത് കൊണ്ട് സ്വാഭാവികമായും ഒരു സംശയം തോന്നി. അത് ശരിയാണോ എന്നൊന്ന് ചോദിച്ചതിന് ശേഷം, കാരണം ഈ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിക്കും കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ടാവും. നമ്മൾ വാർത്ത പറയുന്നത് ഒരു കളവാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ തിരുത്താൻ കഴിയില്ല. ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു കഴിഞ്ഞാൽ അതിനാണ് പ്രചാരം ലഭിക്കുന്നത്. മീഡിയകൾക്ക് ആട്ടെ അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനോടാണ് താല്പര്യം. ഇപ്പോൾ ചില യൂട്യൂബ് ചാനലുകളും അങ്ങനെയാണ് എന്ന് കരുതി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം റീച്ച് എന്നാലേ കിട്ടൂ. പക്ഷെ ആ റീച്ച് ഡിഫറൻറ്റ് ആംഗിൾസിന് തൽക്കാലം വേണ്ട എന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള വാർത്തകൾ ഒരല്പം കരുതി ചെയ്യുന്നത്. ഏതായാലും ഇതിന് ശേഷം, ഈ സംഭവം അറിഞ്ഞ ശേഷം, ഞാൻ എൻ്റെ സുഹൃത്തായ അഡ്വക്കേറ്റ് ജോസ്, നേരത്തെ നടന്ന പ്രോസിക്യൂട്ടർ കേസ്, APPന്റെ മരണവുമായി ബന്ധപ്പെട്ട്, ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട കേസിലൊക്കെ എന്നെ വളരെയധികം സഹായിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് ജോസ്, അദ്ദേഹം ഇതിനൊരു മറുകഥയാണ്, ഓപ്പോസിറ്റ് മറ്റൊരു സ്റ്റോറിയാണ് എന്നോട് പറഞ്ഞു തന്നത്. ഇദ്ദേഹത്തിന്റെ ചാരിറ്റിയും, ഈ പറഞ്ഞ IK കൃഷ്ണകുമാർ എന്ന് പറയുന്ന അഡ്വക്കേറ്റിന്റെ ചാരിറ്റിയും, അദ്ദേഹത്തിന്റെ സ്വഭാവവും നിലപാടുകളും, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയും, ഇതൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നു. സ്വാഭാവികമായിട്ടും ചൂടാവുന്ന ആളാണ്. പക്ഷെ ചൂടാവുന്നെങ്കിലും അനാവശ്യമായി അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുന്ന ഒരാളല്ല, ഇങ്ങോട്ട് വന്നാൽ വിടുകയുമില്ല എന്ന നിലയിലുള്ള ഒരു സ്വഭാവമാണ് എന്നാണ് പറഞ്ഞു തന്നിരുന്നത്. കേട്ടത് എന്താണെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഒരു CCTV ദൃശ്യം ലഭിച്ചത്. ആ CCTV ദൃശ്യത്തിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട് ഈ അഭിഭാഷകൻ വാഹനം കൊണ്ടുവന്ന് നിർത്തിയിട്ട് പോകുന്നത്. ഇവർ അവിടെ നിൽക്കുന്നുണ്ട്. ഈ സ്ത്രീ അവരുടെ വാഹനത്തിനടുത്ത് നിൽക്കുന്നുണ്ട്. ഒരു ചുവന്ന ചുരിദാറോ അതല്ലെങ്കിൽ അതുപോലെ ഏതോ ഒരു ഡ്രസ് ഇട്ട് നിൽക്കുന്നുണ്ട്. ഇദ്ദേഹം നടന്ന് വളരെ പെട്ടെന്ന് ഫാസ്റ്റായി പോകുന്നുണ്ട്. അപ്പോൾ അതിന് കാരണമായി പിന്നീട് അദ്ദേഹമായിട്ട് സംസാരിച്ചത് മനസ്സിലായത് 11 മണി കഴിയുന്ന സമയത്താണ് ഇദ്ദേഹം അവിടെ എത്തിയത്. 11 മണിക്ക് കോടതി തുടങ്ങും നമുക്കറിയാമല്ലോ. അപ്പോൾ കോടതിയിൽ ഇദ്ദേഹത്തിന്റെ കേസ് ആദ്യം വിളിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട് അവിടെ നിന്ന് തന്നെ ഗൗണൊക്കെ ഇട്ട് അദ്ദേഹം കോടതിയിലേക്ക് ഓടുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇവർ അവിടെ നിൽക്കുകയായിരുന്നു ആ സമയത്ത്. അദ്ദേഹം നേരെ കോടതിയിലേക്ക് ചെന്നു. കോടതിയിൽ കയറി ഇദ്ദേഹത്തിന്റെ കേസ്, 4ാമത്തെ നമ്പറായ അദ്ദേഹത്തിന്റെ കേസ് വിളിച്ച് അടുത്ത ദിവസത്തേക്ക് കേസ് മാറ്റിവെച്ചു. അതിനുശേഷം തൊട്ടടുത്ത കേസ് മറ്റൊരാളെ ഏൽപ്പിച്ച ശേഷം
അദ്ദേഹം നേരെ ഈ പാർക്കിങ്ങിലേക്ക് വന്നു. പാർക്കിങ്ങിൽ വന്ന് ഈ വണ്ടി മാറ്റി കൊടുക്കാൻ വന്ന സമയത്ത് ആ വനിത വളരെ രൂക്ഷമായി കൈ ചൂണ്ടി അസഭ്യം പറഞ്ഞു. മറ്റേയാൾ അയാൾ രണ്ടുപേരും കൂടി ചേർന്ന്, ഡ്രൈവറും കൂടി ചേർന്നിട്ട് ഇദ്ദേഹത്തെ ആക്ഷേപിച്ചു, തെറി വിളിച്ചു. അത് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും മാനസികമായ ഒരു അമർഷം ഉണ്ടാവും. അതായത് അവർക്ക് പോകാൻ സൗകര്യമൊരുക്കാൻ വേണ്ടി വണ്ടി മാറ്റിക്കൊടുക്കാൻ വന്ന അഭിഭാഷകനെ, കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന അഭിഭാഷകനെ ഇത്തരത്തിൽ ആക്ഷേപിച്ച് അപമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും ഉണ്ടാകുന്ന ഒരു നീരസം. അദ്ദേഹം തിരിഞ്ഞു നടന്നു. ഈ വനിതയുടെ കൂടെ വന്ന ചെറുപ്പക്കാരനെ അഭിഭാഷകന്റെ കോട്ടിൽ പിടിച്ചു വലിച്ച് ഈ അഭിഭാഷകനെ അദ്ദേഹത്തിന്റെ കാറിനടുത്തേക്ക് വലിച്ചെറിയുന്ന ദൃശ്യം നിങ്ങൾക്ക് CCTV ദൃശ്യങ്ങളിൽ കാണാം. അതിനുശേഷം നോക്കൂ, ഞാൻ ദൃശ്യം ഒന്ന് പ്ലേ ചെയ്യാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഈ കാണുന്ന നോക്കൂ, ആ വാഹനം, ആ കറുത്ത വാഹനമാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം വളരെ പെട്ടെന്ന് കയറി പോകുന്നതാണ് കാണാൻ കഴിയുന്നത്. അവർ അവിടെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന ലേഡി, അവരാണ് അതിന്റെ കക്ഷികളെന്ന് പറയുന്നത്. ആ ഡ്രൈവറും ആ ഭാഗത്ത് എവിടെയോ ഉണ്ട്. അപ്പൊ നോക്കൂ, അടുത്ത CCTV ദൃശ്യം കുറെ കഴിഞ്ഞുള്ളതാണ്. അദ്ദേഹം വേഗം വരികയാണ്, ആ വാഹനം മാറ്റി കൊടുക്കാൻ വേണ്ടി വേഗം വരുന്നു. ആ ലേഡി അദ്ദേഹത്തോട് കയർത്ത് സംസാരിക്കുന്നു. അയാളും വിരൽ ചൂണ്ടി ചൂടായി സംസാരിക്കുന്നത് കൊണ്ട് എന്നാ പിന്നെ വാഹനം അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് പോകുന്ന അയാളെ നോക്കൂ, പിടിച്ച് ഉന്തി കൈകൊണ്ട് വലിച്ചിടുന്നതാണ് കാണുന്നത്. ഒരു വനിത നിൽക്കുന്നത് കൊണ്ട് വലിയ കേസോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെ വനിതാ പ്രവർത്തകരെ അല്ലെങ്കിൽ മറ്റു വക്കീലന്മാരെ വിളിക്കുന്ന ദൃശ്യമാണ് കണ്ടത്. അതിനുശേഷം പിടിച്ചു വലിച്ച ആളിനെ നന്നായി പൊട്ടിക്കുന്നത് കണ്ടു. പിന്നീട് ആ അഭിഭാഷകനെ ആ വനിത ഒരു കാരണം കൊണ്ട് നോക്കൂ മർദ്ദിക്കുന്നത് നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാം. ഇത്രയുമാണ് ആ CCTV ദൃശ്യത്തിൽ കാണുന്നത്. ഇവിടെ നമുക്ക് വിശദമായി പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ ആ കേസ് എടുത്ത ശേഷം വളരെ മാന്യമായി ഇവരുടെ വാഹനം മാറ്റിക്കൊടുക്കാൻ വേണ്ടി വളരെ വേഗത്തിൽ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ വളരെ മോശമായി അഡ്വക്കേറ്റ് IK കൃഷ്ണകുമാറിനോട് സംസാരിച്ചു. അദ്ദേഹം സ്വാഭാവികമായും തിരിഞ്ഞുപോയി. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ കോളറിനെ തൂക്കി, ഗൗണിനെ തൂക്കി വലിച്ചെറിഞ്ഞു. ഇത് ആരും സഹിക്കില്ല. അങ്ങനെയാണ് ഒരു വനിത കൂടി ഉള്ളത് കൊണ്ട് ഒരു വിഷയം ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ട് തൊട്ടടുത്ത് നിന്നിരുന്ന വനിതാ വക്കീലന്മാരെ വിളിച്ചു വരുത്തി അവരുടെ സാന്നിധ്യത്തിൽ ഇദ്ദേഹത്തിന്റെ കോട്ടിന് പിടിച്ചു വലിച്ച ആ വ്യക്തിക്ക് ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തത്. അത് ആരായാലും കൊടുക്കുന്നതാണ്. ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല. പിന്നീടൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. എത്ര ആദർശം പറയുന്ന ആൾക്കാരും ചെയ്യുന്ന കാര്യങ്ങളെ അദ്ദേഹം ചെയ്തുള്ളൂ. പക്ഷെ അതിനുശേഷം ആ സ്ത്രീ കൂടി ചേർന്ന് അദ്ദേഹത്തെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. പിന്നീട് അവിടെ വലിയ മർദ്ദന കാര്യങ്ങൾ നടന്നു എന്ന് പറയുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളോ കാര്യങ്ങളൊന്നും എനിക്ക് ലഭ്യമായിട്ടില്ല. ഏതായാലും ഇവരുടെ ഈ സ്ത്രീയുടെയും ആ ഡ്രൈവറാണോ ഹസ്ബൻഡാണോ എന്നറിയില്ല, അവരുടെ രണ്ടുപേരുടെയും ആ പെരുമാറ്റത്തിൽ നിന്ന് അവരുടെ പാകമായ പക്വമായ ഒരു പെരുമാറ്റമല്ല അവിടെ ഉണ്ടായതെന്ന് ബോധ്യമാണ്. ഇവർ പറഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ, മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ നടന്നത് എന്ന് വളരെ വ്യക്തമായി CCTV ദൃശ്യങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയോ? ഇത്തരത്തിൽ ആവേശപൂർവ്വം ആരെയും തെറി വിളിക്കാം, ഒരു പെണ്ണിന്റെ പ്രിവിലേജ് കൊണ്ട് എന്ത് ചെയ്യാം എന്ന് കരുതി കഴിഞ്ഞാൽ വളരെ അപകടമാണ്. അതെല്ലായിടത്തും തുണയായിക്കൊള്ളണമെന്നില്ല. ഇന്നലെ വീട്ടിൽ നിന്ന് എന്തോ ആവശ്യത്തിന് വേണ്ടി ഡ്രൈവറും അതുപോലെ ആ പെൺകുട്ടിയും കൂടെ വന്നു. അവർ രണ്ടുപേരും വന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി. ഒരുപക്ഷെ ബാധ്യതയായിരിക്കാം, കുട്ടികളുണ്ടായിരിക്കാം, മറ്റുള്ളവരുണ്ടായിരിക്കാം, ഒക്കെ ഉണ്ടായിരിക്കാം. ഇവിടെ നിന്ന് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത ശേഷം നേരെ പോലീസ് സ്റ്റേഷനിൽ നിന്നും മെഡിക്കലൊക്കെ കഴിഞ്ഞ് നേരെ റിമാൻഡ് ചെയ്തു. ഇന്നലത്തെ ദിവസം അവർക്ക് ജയിലിലായിരുന്നു ഉറക്കം എന്ന് കൂടി ചിന്തിക്കണം. ഇന്നലത്തെ ദിവസം അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസമെങ്കിലും അവർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. വീട്ടിൽ നിന്ന് ഈ കാറും എടുത്തുകൊണ്ട് വരുമ്പോൾ അവർ കരുതിയിട്ടുണ്ടാകുമോ ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളത്? ഇന്നത്തെ ഉറക്കം ജയിലിലാണെന്നുള്ളത്. അതാണ് ഇന്നലെ ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു വികാര വിക്ഷോഭത്തിൽ ഒരാളെ തെറി വിളിച്ച് അയാളെ കയറ്റാൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയത്. സത്യത്തിൽ ഇദ്ദേഹം വാഹനം മാറ്റിക്കൊടുക്കാൻ വന്ന സമയത്ത് മാന്യമായി അദ്ദേഹത്തോട് ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അതിന് പരിഹാരമുണ്ടായേനെ. ഏറ്റവും രസകരമായ വസ്തു എന്താണെന്നറിയോ? ചാനലിനോട് ഇത്രയധികം സംസാരിച്ച ആൾക്കാർ ഇദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ കാറ്റൂരി കളഞ്ഞു എന്നതുകൂടി ചിന്തിക്കണം. അങ്ങനെ ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ഈ CCTV ദൃശ്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അഡ്വക്കേറ്റ് IK കൃഷ്ണകുമാർ പറഞ്ഞത് ഇങ്ങനെയാണ്. ഹലോ സാർ, ഇത് നോക്കൂ, ഇത് സംഭവം CCTV 11:30 സമയം. CCTV അത് കാണുന്ന എനിക്കറിയില്ല. ഞാൻ ഓടി വരുന്ന സമയം ഞാൻ ആ കാർ എടുത്ത് കൊടുക്കാനുള്ള വ്യഗ്രതയിൽ ഓടി വരാം. അപ്പോൾ എൻ്റെ കൂടെ കക്ഷിയുണ്ട്, നടന്നു വരുന്നത് എൻ്റെ കക്ഷിയും കൂടെ നടന്നു വരുന്നത്. അപ്പോൾ ഞാൻ അയാളുടെ സംസാരിച്ചിന് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് കൊടുത്ത് തിരിച്ച് കോടതി കയറാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ഗൗൺ ഊരി, അതായത് ഇനി അവിടെ ഒന്ന് സമയം കളണ്ടെന്ന് വെച്ചാൽ ഗൗൺ അവിടുന്ന് ഊരി ഞാൻ വരുമ്പോൾ എന്നെ താഴ്ന്നു ചേർത്ത് എന്നോട് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നതും കാണാൻ പറ്റും. എൻ്റെ കൈ ചൂണ്ടി സംസാരിക്കുന്ന രണ്ടും കൂടെ ചേർന്നുണ്ട്. അപ്പം ഞാൻ വണ്ടി എടുക്കാൻ പറ്റുന്ന എന്നെ തടഞ്ഞു നിർത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴാണ് ഞാനിത് തിരിച്ചു പോകുന്നത്. ഞാനിത് എന്നാൽ പിന്നെ കുറച്ച് കഴിയിട്ടെന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുന്നത്. പറഞ്ഞു പോയപ്പോഴാണ് അവരെൻ്റെ പുറകു കൂടെ വന്ന് എൻ്റെ കൈ പിടിക്കുന്നതും എൻ്റെ പള്ളിൽ കൂടി മര്യാദ പോയി കാറിടാൻ നമ്മൾ എൻ്റെ കാറിന് നേരെ പിടിച്ച് തള്ളുന്നത്. മനസ്സിലായില്ലേ സാറേ? അപ്പോൾ അതിനകത്ത് പിന്നെ ബാക്കി വേറൊന്നും ചെയ്യാനില്ലല്ലോ സാറേ.
യൂണിഫോമിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരനാണെങ്കിൽ പോലും ഒരു പെണ്ണും ചെറുക്കനും കൂടെ ചേർന്ന് ഇങ്ങനെ പിടിച്ച് തള്ളിയാൽ നമ്മൾ എന്ത് ചെയ്യും? പ്രതികരണ ശേഷിയുള്ള ഒരാളാണെങ്കിൽ. അപ്പം ഞാൻ കൈയാട്ടി അതിനെ പിടിച്ച് തള്ളിയതിന് ശേഷവും കൈയാട്ടി അപ്പുറത്തേക്കുന്ന വക്കീലന്മാരെ വിളിക്കട്ടെ ഇങ്ങ് വാടെ, ഇത് ആ ലേഡി നിൽക്കുന്നതാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ അവൾ കളിയാക്കിക്കൊണ്ട് വിളിക്കുക, വാ 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 എല്ലാവരും വാ എല്ലാവരും വാ, എല്ലാവരും വന്നിട്ട് എന്ത് ചെയ്യാൻ, എല്ലാവർക്കും വെച്ചിട്ടുണ്ട് എന്ന് അവൾ പറയുന്നുണ്ട്. അവള് ആ സാർ ആ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി എന്ന്. ഇതാണ് യഥാർത്ഥ സംഭവം. പിന്നീട് സബ്സിക്വൻ്റ് നടന്നത് അപ്പുറത്ത് പോയ ശേഷം പിന്നെ ബാക്കി സാറിന് ഊഹിക്കാമല്ലോ, കോടതിയല്ലേ, വക്കീലന്മാരല്ലേ, പിന്നെ എന്ത് സംഭവിക്കുന്നത് സാറിന് ഊഹിക്കാമല്ലോ. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ പെണ്ണെ പിടിക്കുക, സാർ നോക്കിയാൽ ഞാൻ ആ പെണ്ണ് മൈൻഡ് ചെയ്യുന്നതേ ഇല്ല, ആ പെണ്ണോട് സംസാരിക്കുന്നതേ ഇല്ല, ഞാനും അപ്പോഴേ തിരിഞ്ഞ് ഞാൻ പോവുകയാണ്. ഓക്കെ സാറേ. എടുത്തുചാട്ടം എവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത് എന്നറിയാമല്ലോ. ഇന്നലത്തെ ഒരു അവസ്ഥ സത്യത്തിൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു രാത്രിയായിരിക്കും ആ വനിതയ്ക്കും ആ ഡ്രൈവർക്കും സമ്മാനിച്ചിട്ടുണ്ടാകുക. ഒരല്പം ക്ഷമിക്കാമായിരുന്നെങ്കിൽ, എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കി പെരുമാറിയിരുന്നെങ്കിൽ അവർക്ക് സുഖമായി അവരുടെ വീട്ടിൽ അവരുടെ കുട്ടികളോടൊപ്പം അവരുടെ കുടുംബത്തോടൊപ്പം ഇന്നലെ കഴിയാമായിരുന്നു. ഇനി അഭിഭാഷകൻ ഇത് സംബന്ധിച്ച് ഞാനുമായി സംസാരിച്ച ആ ഒരു ഭാഗം കൂടി ഒന്ന് കേൾക്കും. സാർ, ഇത് ആക്ച്വലി ഞാനിന്ന് ലേറ്റ് ആയിട്ടായി. അപ്പൊ എനിക്കൊരു ബെയിൽ ആപ്ലിക്കേഷൻ വാദം പറയാനുണ്ടായിരുന്നു. അപ്പം ബെയിൽ ആപ്ലിക്കേഷൻ 4ാമത്തെ കേസാകുമ്പോഴത്തോടെ കോടതി വിളിക്കാൻ വെച്ചേക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ വണ്ടി സാധാരണ ഇവിടെ നമ്മുടെ വണ്ടി പാർക്കിംഗ് അഭിഭാഷകരുടെ അഡ്വക്കേറ്റ്സ് ഉള്ളിൽ നമ്മുടെ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കളക്ടറേറ്റ് ആയതിനാൽ സിവിൽ സ്റ്റേഷനിൽ നിരവധി വണ്ടികളും എല്ലാം വരും. അപ്പൊ നമുക്ക് പാർക്കിംഗ് കിട്ടാറൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യും, വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് ഓടി കോടതിയിലേക്ക് പോകും. അപ്പൊ എന്ത് ചെയ്യും, ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പോലും സമയമില്ല. ചിലപ്പം വക്കീലന്മാരുടെ വണ്ടി ആയിരിക്കും, ചിലപ്പം പിന്നെ വരുന്ന ആർടി ഓഫീസിലെ വണ്ടി ആയിരിക്കും, ചിലപ്പം വെറുതെ വന്ന് ഇറങ്ങുന്നവരുടെ വണ്ടി ആയിരിക്കും. നമ്മുടെ പാർക്കിംഗ് സൈഡിൽ അവരും കണ്ടിടും. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ വണ്ടി കൊണ്ട് നമ്മൾ പെട്ടെന്ന് കോടതിയിലേക്ക് പോകും. നമ്മുടെ വണ്ടി എവിടെ കിടക്കുകയാണെങ്കിൽ നേരെ ഈ വണ്ടി എടുക്കേണ്ട ആളോ വേറെ നേരെ അസോസിയേഷൻ സെക്രട്ടറിയോടോ അല്ലെങ്കിൽ അവിടുത്തെ ഓഫീസ് സെക്രട്ടറിയോടോ സംസാരിക്കും. അവർ വണ്ടി നമ്പർ നോക്കി ഇന്നയാളാന്ന് പറഞ്ഞ് നമ്മളെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ നിന്ന് താക്കോൽ വാങ്ങിച്ച് വണ്ടി എടുത്ത് മാറ്റി. ഇതാണ് സ്ഥിരം പരിപാടി. അല്ലെങ്കിൽ ഈ വരുന്നവര് നമ്മളെ വന്നിട്ട് സാറേ വണ്ടി ഇത് മാറ്റി തരാമെന്നത്, നമ്മൾ താക്കോൽ നിങ്ങൾ വണ്ടി മാറ്റി കൊണ്ടുവരാൻ പറയും. എല്ലാവരും വളരെ അധികം സഹവർത്തിത്തോടെ, കാരണം സിവിൽ സ്റ്റേഷൻ അല്ലേ. ഈ വണ്ടി ഞാൻ ഒരുപാട് ട്രാഫിക് ബ്ലോക്ക് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ 11:10 ഞാൻ കോടതിയിൽ ഇപ്പോൾ കളക്ടറേറ്റിനകത്ത് വരുന്നത്. വന്നപ്പോൾ നമ്മളെ വണ്ടി ഇടേണ്ട സ്ഥലത്ത്, ഞാൻ സ്ഥിരം വണ്ടി ഇടുന്ന സ്ഥലത്ത് തന്നെ ഞാൻ കൊണ്ട് വണ്ടി ഇട്ടിട്ട് ഞാൻ ലേറ്റ് ആയി പോയത് കൊണ്ട് ഞാൻ അസോസിയേഷനകത്ത് കയറി ഡ്രസ് ചെയ്യാതെ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാൻ ഡ്രസ് ചെയ്തു. കാരണം ഒന്ന് കോട്ടും ഗൗണും എടുത്ത്. അപ്പൊ ഈ പ്രശ്നക്കാരായ ഈ പയ്യൻ തൊട്ടപ്പുറത്തൊന്നും നടന്നു വന്ന് എന്റെ കാറിന്റെ സൈഡിൽ പോയി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഈ വണ്ടി, എനിക്ക് ഇവന്റെ വണ്ടിയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഈ വണ്ടി കേട്ടുന്ന കോട്ടും ഗൗണും എടുത്ത് മൊത്തം ഡ്രസ് ചെയ്തു, വണ്ടി എടുത്ത് കേസ് ഫയൽ എടുത്ത് ലോക്ക് ചെയ്തിട്ട് ഞാൻ ഓടുക. ഞാൻ ഓടി കോടതിക്ക് 4ാമത്തെ കേസില്ലേ സാർ, 11:10. അപ്പൊ നേരെ ഞാൻ കോടതി ചെല്ലുമ്പോഴത്തേക്കും ഈ വണ്ടിക്കകത്ത് സ്ത്രീ ഉണ്ടായിരുന്നു പറയുന്നത് എനിക്കറിയില്ല. അപ്പൊ ഇവര് നേരെ പുറക്കെ എന്റെ ഓടി. അപ്പൊ ആ ജില്ലാ എറണാകുളം നിന്ന് പോഴി നുള്ളിടാൻ പറ്റാത്ത അത്രയും ക്ലയൻസും വക്കീലന്മാരും വരുന്ന സ്ഥലമാണ്. അപ്പൊ ഞാൻ നേരെ കോടതിക്ക് കാണെടുത്തുകൊണ്ട് ഡോറിലേക്ക് കയറാൻ നോക്കിയപ്പോഴത്തേക്കും എന്നെ പുറത്ത് ഹലോ എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കുന്നു. അപ്പം ഒരു ലേഡി എന്നെ വിളിക്കുന്നു. ഞാനപ്പോ എനിക്ക് പരിചയമില്ലാത്ത ലേഡിയാണ്. ഞാൻ മൈൻഡ് ചെയ്യാം, വേറെ ആരെങ്കിലും അവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ നേരെ കോടതിക്കകത്ത് കയറി. അപ്പൊ എന്റെ ജൂനിയർ പോണ്ട്, ജൂനിയർ അപ്പം സാർ ഇരിക്കുന്ന ജൂനിയറിന്റെ കസ്റ്റഡിയിലിരിക്കുന്നു. ഞാൻ കേസ് പോലെ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഞാൻ ജൂനിയറോട് എന്റെ കാർ എന്തോ അവിടെ ഒരു പയ്യൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, ബ്ലോക്കാന്ന് തോന്നുന്നു, അവനെ പോകുമല്ലോ കാണുമായിരിക്കും, ഒരു കാര്യം ഈ താക്കോലും കൊണ്ട് വണ്ടി മാറ്റിയിടാൻ പറഞ്ഞു. അപ്പൊ പറയാം സാറേ അടുത്തൊരു കേസ് അവന്റെ തന്നെ വിളിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ കുഴപ്പമില്ലെന്നു. then അടുത്ത എന്റെ ഗുമസം വരുന്നു. ഗുമസം പറഞ്ഞു സാറേ എന്റെ വേറെ കേസ് MSc ഏൽപ്പിക്കാൻ പോകണം സാറേ, ഇത് പോയിട്ട് വന്നിട്ട് ചെയ്യാം സാറ് വെയിറ്റ് ചെയ്ത് പേടിക്കാണ്ട് ഉപേക്ഷണം വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ശരി എന്നായിരിക്കട്ടെ പറഞ്ഞു. 4ാമത്തെ കേസായിട്ട് എന്റെ കേസ് വിളിച്ചപ്പോൾ കേസ് നാളത്തേക്ക്, അതായത് 19-ാം കേസ് 18-ാം കേസ് പോസ്റ്റ് ചെയ്തു. നാളത്തേക്ക് 19 അല്ലേ, നാളത്തേക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വീണ്ടും 2 സെഷൻസ് കേസ് ഉണ്ടായിരുന്നു. ഞാനത് എടുത്ത് ഈ ജൂനിയർ നീ ഇത് നോക്കിക്കോ, ഞാനില്ല കാറൊന്ന് മാറ്റി കൊടുത്തിട്ട് വരട്ടെ എന്ന് ഞാൻ പെതുക്കെ ഇറങ്ങി വണ്ടി എടുത്തേക്ക്. ഞാനിപ്പോ എന്റെ ഇവിടെ ഈ കേസിൽ ഇന്നത്തെ ജാമ്യം എടുക്കേണ്ട കക്ഷിയുടെ മാവനുമുണ്ട്. അതിന് ഞാൻ ഇവിടെ സംസാരിച്ച് ഞാൻ വണ്ടി കൊടുത്ത് പെട്ടെന്ന് തിരിച്ചു വരാമെന്നാന്ന് പറഞ്ഞു. ഞങ്ങൾ നടന്നു. അപ്പം ഞാൻ വേണമെങ്കിൽ അടുത്തൊരു വീഡിയോ വിഷ്വൽസ് ഞാൻ ഈ നമ്പറിലേക്ക് അയച്ചു തരാം, ഈ നടന്ന സംഭവം. ഞാൻ ഈ വീഡിയോ മൈൻഡ് പോലും ചെയ്തില്ല. അപ്പൊ ഞാനപ്പോ വണ്ടി എടുത്ത് മാറ്റാൻ വേണ്ടി ഓടി ധൃതിക്ക് വരുന്നു. വണ്ടി മാറ്റി പെട്ടെന്ന് കോടതി കയറണമെന്ന് ധാരണ. ഇവള് എന്നോട് വന്നിട്ട് നീ ആരാടാ? ഞാൻ ഞെട്ടിപ്പോയി. യൂണിഫോമിൽ ഇരിക്കുന്നു. എന്നോട് നീ ആരാടാ, നിനക്കെന്താ വണ്ടി മാറ്റിട്ട് പോയാ? ഞാൻ ചോദിച്ചു എന്റെ വേഷം കൊണ്ടാകുന്നില്ലേ ഞാൻ ആരാന്ന്? നീ ഏത് വക്കീലായിരുന്നു? നീ എവിടുത്തെ വക്കീലടാ? നിനക്കെന്താ വണ്ടി മാറ്റുന്നത്? നീ വണ്ടി എടുത്ത് മാറ്റാം. അപ്പൊ എന്നോട് പറയാ. അപ്പൊ ഞാൻ എന്താ ചെയ്തു, അങ്ങനെയാണെങ്കിൽ നീ നീ പോണ്ട, ഇതൊക്കെ പോയാൽ ലാംഗ്വേജ് മോശമാകുമ്പോ സ്വാഭാവികമായിട്ടും നമുക്കൊരു വാശി വരും. ഞാൻ തിരിച്ചു നടന്നു.
തിരിച്ചു നടന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ എന്റെ പുറകെ എത്തിയിട്ട് ഈ ഒരുത്തൻ എന്റെ കയ്യിലും ഒരുത്തന്റെ ഷോൾഡറിനും പിടിച്ചിട്ട് എന്റെ പെടലിക്ക് വെച്ച് തള്ള എന്റെ കാരണം പോയി വണ്ടി എടുത്ത് മാറ്റാമെന്ന് പറഞ്ഞു. ദെൻ അതിനുശേഷം ഞാനപ്പോ നേരെ അവിടെ നിന്ന് ഈ ലേഡി ആയത് കാരണം എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം ഇവരെന്തെങ്കിലും എന്നെ അപായപ്പെടുത്തുന്നു കാരണം ഞാൻ എന്തായാലും യൂട്യൂബ് ഉള്ള കേസിലെ പ്രതിയാണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഒരു ലേഡി വക്കീൽ നിൽക്കുന്നുണ്ട്. ഞാൻ അവരെ കൈയായിട്ട് നിങ്ങൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ കൂടെ നല്ല പരിഹരിക്കാൻ പറ്റും, നിങ്ങൾ ഓടി വരാൻ പറഞ്ഞു. അപ്പൊ ഇവളും അവനും കൂടെ കളി എല്ലാവരും ഓടിയോ 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 എല്ലാവർക്കും വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് വിളിക്കുക. ഇതാണ് ആക്ച്വലി സംഭവിച്ചത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി, അടിയായി, കൂട്ടയടിയായി. അപ്പൊ ഇത് ആക്ച്വലി എന്നെ പിടിച്ചു തള്ളുന്നതും എന്റെ റോബെ പിടിച്ച് വലിക്കുന്നതും ഒരൊറ്റ CCTV വിഷ്വൽസേ ഉള്ളൂ. മറ്റേതുണ്ട് എന്റെ കോട്ട് വലിച്ചു കീറുന്നതും ഒക്കെ ഉണ്ട്. എന്റെ കോട്ടും എന്റെ ബട്ടൺ മൊത്തം പൊട്ടിപ്പോയി, എന്റെ ബാൻഡ് മൊത്തം കീറിപ്പോയി, എന്റെ മുഖത്തിന് അവൻ ഇടി എന്റെ മുഖത്ത് പരിക്കുണ്ട്. അവന്റെ കയ്യിലിരുന്ന ഒരു ആയുധം വെച്ചിട്ട് എന്റെ വയറ്റിനകത്ത് തിരിച്ച് എന്റെ മാർക്സ് ഉണ്ട്, എന്റെ കാലിൽ ചവിട്ടിയുണ്ട്, ഇത്രയും സാധനങ്ങളുണ്ട്. എന്റെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ആ വണ്ടി കാരണം ഇനി അതുപോലെ ആശുപത്രി കേസോ വേറെ ആരും ഇരിക്കണമെന്ന് കോടതി ഇരുന്നപ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെ ത്രട്ട് ചെയ്തോണ്ടിരിക്കുക. മോശമായത് വണ്ടി പെട്ടെന്ന് മാറ്റി കൊടുക്കുക, ആ ചെറുക്കൻ പറഞ്ഞില്ലേ. ഞാൻ അതിനെ ഓടി വരുന്നത് കാരണം എന്റെ വീഡിയോ കാണുമ്പോൾ ഞാൻ എന്ത് ധൃതിയിലാണ് ഓടി വരുന്നതും തിരിച്ച് കോടതി കയറണം എന്നുള്ള ആ വ്യഗ്രതയൊക്കെ കാണാൻ പറ്റും. Different angles. Don't forget to subscribe and support this channel.